നമ്മൾ കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജ് ഹംസഫറിന് വന്നല്ലോ, അതൊരു വെടിക്കെട്ട് വണ്ടിയായിരുന്നു. എന്നാൽ നമ്മളിന്ന് പോകാൻ പോകുന്ന അതിനെക്കാട്ടും വെടിക്കെട്ടൊരു വണ്ടിയാണ്. 635 കിലോമീറ്റർ 6.5 മണിക്കൂറും കൊണ്ട് സഞ്ചരിക്കുന്ന വാരണാസിയിൽ നിന്നും പോകുന്ന ട്രെയിൻ നമ്പർ 22415 വാരണാസി ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ്. എൻ്റെ മോനെ 98 കിലോമീറ്റർ പെർ ആവറേജ് സ്പീഡ്. എന്തുവായിരിക്കും 6.5 മണിക്കൂർ 635 കിലോമീറ്റർ. എൻ്റെ ദൈവമേ, പൊളി. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പ്രയാഗ്രാജ് ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 6 മുന്നിലാണ്. ഈ പ്ലാറ്റ്ഫോം നമ്പർ 6 ഈ വണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി വന്ദേ ഭാരത് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. ഈ പ്രയാഗ്രാജ് ജംഗ്ഷൻ്റെ ഓരോ പ്ലാറ്റ്ഫോം ഓരോ സൈഡിലാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 6 ആണ്. അത് കുറച്ച് മാറിയായിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വന്ദേ ഭാരത് എപ്പോഴും വരുന്നത്. പ്ലാറ്റ്ഫോം ചേഞ്ച് ഒന്നുമില്ല, എപ്പോഴും വരുന്നത് ഈ പ്ലാറ്റ്ഫോം 6 കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആവറേജ് സ്പീഡും കിലോമീറ്ററൊക്കെ പ്രയാഗ്രാജിൽ നിന്ന് ഡൽഹി വരെയുള്ളതാണ്. വാരണാസിയും ഡൽഹി പോകുമ്പോൾ ഈ വണ്ടി സഞ്ചരിക്കുന്ന 759 കിലോമീറ്ററാണ്. 8 മണിക്കൂർ 5 മിനിറ്റ് 94 കിലോമീറ്റർ പെർ അവർ ആവറേജ് സ്പീഡ്. ഈ പ്രയാഗ്രാജ് ജംഗ്ഷൻ ഉള്ളത് നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ്. അപ്പോൾ നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ജാൻസിയുടെ ഒരു കിടിലൻ പഴയ ആൽക്കോ ലോക്കോമോട്ടീവ് കിടക്കുന്നുണ്ട്. WDM 3D ലോക്കോ ആണ്. നമുക്ക് 11270. നല്ല രസമുണ്ട് ആ ഒരു ലോക്കോ കാണാൻ വേണ്ടി അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ഏകദേശം ഒരു 7 മണിക്കൂർ 50 മിനിറ്റ് എടുത്തിട്ടാണ്. ഇത് അതിനെക്കാട്ടും ഫാസ്റ്റർ. പക്ഷേ വന്ദേ ഭാരതമായിട്ട് നമുക്ക് അകത്തിരിക്കുമ്പോൾ സ്പീഡ് മനസ്സിലാകത്തില്ല. അതാണ് ഒരു ബിഗ് പ്രശ്നം. സ്പീഡ് ശരിക്കും എൻജോയ് വേണമെങ്കിൽ നോൺ AC വണ്ടിയിൽ ട്രാവൽ ചെയ്യണം. സ്പീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നാൽ അവർക്ക് ഭ്രാന്ത് പിടിച്ച പോലെ വലിയ അതുപോലത്തെ വണ്ടികൾ ഇവിടെ അല്ല. അതുകൊണ്ട് ഇവിടെയും കിടപ്പുണ്ട് ഒരു പഴയ ആൽക്കോ WDM 3D ജാൻസിയുടെ. മറ്റേ ലോക്കോയൊക്കെ കാണാൻ കുറച്ചുകൂടെ നല്ല ഈ ലോക്കോ ആണ്. ഒരു അടിപൊളി ഒരു ഡിസൈൻ അല്ലേ. നല്ല ഒരു കടും നീല നിറത്തിലുള്ളൊരു പഴയ ആൽക്കോ. ഇതൊക്കെ ഇപ്പോൾ കാണാൻ കിട്ടത്തില്ല, അറിയാതെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം എടുത്ത് പൊളിച്ച് കളയും. ഈ പ്രയാഗ്രാജ് ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 6 വരുന്നത് ഇവിടെയാണ്. ഈ 6 സൈഡിലായിട്ട് ഇവിടെ യാർഡാണ്. ഫുള്ള് ലോക്കോസും ഗുഡ്സിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. 1 മുതൽ 10 വരെ എക്സെപ്റ്റ് 6 ദണ്ട് ആ ഭാഗത്താണ് കേട്ടോ. അങ്ങോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ 6 മാത്രം എന്താ ഇവിടെ വന്നത് എനിക്കറിയത്തില്ല. 6 മാത്രമാണ് ഇവിടെ ഈ ഒരു സൈഡ്. ഈ കാണുന്ന ഇവിടുത്തെ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെറ്റാണ്. അതിൻ്റെ തൊട്ടടുത്താണ് പ്ലാറ്റ്ഫോം നമ്പർ 6 കേട്ടോ. എന്തോരം WPC ആണ് കിടക്കുന്നത് നോക്കിയേ. WPC അങ്ങ് അപ്പുറത്ത് കുറേ കിടപ്പുണ്ട്. WG9 കിടപ്പുണ്ട്. എല്ലാം ഇവിടെ കിടക്കുക. അതിന് പുറകിൽ കുറേ ഗുഡ്സ് ലോക്കോ ഉണ്ട്. വാരണാസിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് എടുക്കുന്ന വണ്ടിയാണിത്. വാരണാസിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് എടുത്തിട്ട് ഇവിടെ പ്രയാഗ്രാജിൽ 7:30 എത്തും. 1.5 മണിക്കൂറാണ് ഈ 124 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ പോക്ക് എന്തുവാന്ന്. അതാ നമ്മുടെ വാരണാസി ന്യൂഡൽഹി വന്ദേ ഭാരത് വരുന്നുണ്ട്. അതിന് മുന്നിൽ ഒരു പട്ടി ഓടുന്നുണ്ടോ. വാരണാസി ന്യൂഡൽഹി വന്ദേ ഭാരത് 20 കോച്ചുള്ളൊരു വലിയൊരു വന്ദേ ഭാരതാണിത് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർക്കാരിലാണ്. അതായത് ഇതാണ് നമ്മുടെ കോച്ച് E1 കേട്ടോ. E1 ആണ് എൻ്റെ കോച്ച്. ഇതാണ് നമ്മുടെ കോച്ച് E1. ഇവിടെ 9 നമ്മുടെ സീറ്റ് നമ്പർ. ഇവിടെ ആണ് കേട്ടോ. നമുക്ക് മിക്കപ്പോഴും വന്ദേ ഭാരതി കിട്ടുന്ന സീറ്റാണിത്. എന്തുവാണ് ഇത്, വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് വിൻഡോ ഇല്ലൊരു കുന്തവും ഇല്ല. നോക്ക് എന്ത് കഷ്ടം നോക്കണേ. ഇത് എങ്ങനെ കാണും, ചാരി ഇരുന്നിങ്ങനെ കിടന്ന് കാണണം. ഇവിടെ പുറത്തെന്തെങ്കിലും കാണണമെങ്കിൽ എന്തോ അവസ്ഥയൊക്കെ നോക്കണേ. എപ്പോഴും ഉള്ള പരിപാടി. എപ്പോഴും ഏത് വണ്ടി കയറിയാലും അന്ന് നമ്മൾ കാസർഗോഡ് വന്ദേ ഭാരതി കയറിയപ്പോൾ ഇത് തന്നെ അവസ്ഥ. എന്തോ പരിപാടിയൊക്കെയാണ് അത്. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ എക്സിക്യൂട്ടീവ് ചെയർക്കാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം തന്നെ. നമ്മളോടൊക്കെ കാണത്തില്ല അതേപോലത്തെ സെയിം തന്നെ കേട്ടോ. കറക്റ്റ് സമയത്തെത്തി. കറക്റ്റ് സമയത്ത് കണ്ട് ഇവിടെ നിന്ന് വിടുകയും ചെയ്തു. പക്കാ ടൈമാണ്. ഇതങ്ങനെ ലേറ്റ് ആവാറുള്ള വണ്ടി. അതുപോലത്തെ പ്രയോറിറ്റി അടി വണ്ടിക്ക് 6.5 മണിക്കൂറാണ് നമ്മൾ ഇവിടെ നിന്ന് ഡൽഹി എത്താൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഈ യാത്രയ്ക്കായത് 3065 രൂപയാണ്, ഇൻക്ലൂഡിങ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് വരെ ഇതുപോലെ പൈസയാണ്. പക്ഷേ ഇത് വേഗം എത്തും. അതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ്. പെട്ടെന്ന് എത്തും ഈ സാധനം. ഇത്രയും ദൂരം ഓടുന്ന വണ്ടിയല്ല. ഈ വണ്ടിക്ക് ആകെ ഈ 759 കിലോമീറ്ററിൽ 2 സ്റ്റോപ്പേ ഉള്ളൂ വരെ. പ്രയാഗ്രാജും കാൺപൂരും. എന്തുവാണ് ഇത്, എന്തോ പോക്കാ അപ്പോൾ പോകുന്നത്. എന്നാൽ ഈ വിൻഡോ സീറ്റ് പറ്റിച്ച് കളഞ്ഞേ. നമ്മൾ പ്രിഫറൻസ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് കിട്ടിയ സാധനം നോക്ക്. എന്തുവാണ് ഇത്. ഇനി ഇവിടെ നിന്ന് ഫുള്ള് അല്ലെങ്കിൽ ഈ വണ്ടി ഫുള്ള് പോകുന്നത് 130-ലാണ്. ഈ റൂട്ടൊക്കെ 160 ആക്കിയപ്പോൾ പിന്നെ എന്തുമായിരിക്കും എല്ലാ അവസ്ഥ. ഇതിനെക്കാട്ടും കുറവ് ട്രാവൽ ടൈം മതി. റെയിൽ നീറ് കിട്ടി നമുക്ക്. റെയിൽ നീറ് കേട്ടോ.
എല്ലാ പ്രീമിയം വണ്ടിയിലും നമുക്ക് ഫുഡ് എടുത്താൽ നമുക്ക് റെയിൽ നിയർ കിട്ടും. ആദ്യം വന്ദേ ഭാരതിൽ പോകുമ്പോൾ 130 പോകുമ്പോൾ അറിയത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് ആ സ്പീഡ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് എന്ത് പോക്കല്ലേ, എന്തല്ലേ, എന്ത് ദൈവമേ, 6.5 മണിക്കൂർ മതി, 635 കിലോമീറ്റർ. വണ്ടിയിൽ കയറി ഉടനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. കോൺഫ്ലേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കോൺഫ്ലേക്സിന് അവർ മറ്റേ ബൗളൊക്കെ തരും. കോൺഫ്ലേക്സ്, പിന്നെ ഒരു വലിയൊരു പഴമുണ്ട്, തൈര്. രാവിലെ ആരുടെ തൈരൊക്കെ കഴിക്കുന്നത്, തൈര്, പിന്നെ വേറെ എന്തോ അറിയത്തില്ല, തുറന്നു നോക്കട്ടെ. അപ്പോൾ ഇനി കോൺഫ്ലേക്സിൻ്റെ ബൗൾ കൊണ്ട് തരും. ഇപ്പോൾ പിന്നെ ഒരു ഇതെന്ത് സംഭവം, ഇതൊരു കപ്പ് കേക്കും ഉണ്ട് കേട്ടോ. ഇത് പൂരി കേട്ടോ, ദൈവമേ, ഞാൻ കരുതി ഇതെന്താ പറയുന്നത്, ചെറിയ പൂരി കേട്ടോ, പൂരി സബ്ജി കേട്ടോ, ഇത് സബ്ജിയാണ്. പിന്നെ ഒരു കട്ട്ലറ്റും ഉണ്ട് കേട്ടോ. ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. കട്ട്ലറി കിറ്റ് എന്ന് പറഞ്ഞൊരു പാക്കറ്റിനകത്ത് നമുക്ക് സ്പൂണും ഫോർക്കും എല്ലാം കിട്ടും കേട്ടോ. എല്ലാം നല്ല ചൂടാണ്. കട്ട്ലറ്റ് കഴിച്ചു, കട്ട്ലറ്റ് കൊള്ളാം കേട്ടോ, നൈസ്. പൂരി കാക്കാശിന് ഉള്ളൂല്ലോ കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല. അതിൻ്റെ കറിക്കാണെങ്കിലും ഒരു വികാരവും ഇല്ല, ഒന്നുമില്ല. മറ്റേ കട്ട്ലറ്റ് കൊള്ളായിരുന്നു, പൂരി കൊള്ളൂല. അപ്പോൾ ഭയങ്കര കട്ടിയാണ് കേട്ടോ, ഇത് കാണിച്ചു തരാം. ഭയങ്കര കട്ടിയാണ് കേട്ടോ, ഭയങ്കര കട്ടിയാണ്. ഇത് ഈ പൂരിക്കാണ് ഒരു ഉപ്പോ അങ്ങനെ ഒന്നുമില്ല, ഒരു വികാരമില്ല. കറിക്കും ഒന്നുമില്ല, കറിക്ക് എരിവുമില്ല. കട്ട എരിവുള്ളതായിട്ട് തോന്നും, പക്ഷേ എരിവില്ല. കോൺഫ്ലേക്സിന് ഒരു പാത്രമൊക്കെ തന്നു, പാലൊഴിച്ചു. ഞാനങ്ങനെ കോൺഫ്ലേക്സ് അതിനകത്തിട്ട് കഴിക്കാൻ പോവാണ്. രാവിലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ ഈ കോൺഫ്ലേക്സ് കിട്ടുന്നത് രാവിലെ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് 20 കോച്ചുള്ള വന്ദേ ഭാരത് ഇറക്കുന്നത് ഈ വണ്ടിക്കാണ് കേട്ടോ. ഈ വണ്ടിക്ക് പിന്നെ ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസിക്ക് പോകുന്ന 2 വന്ദേ ഭാരത് ഉണ്ട്. അപ്പോൾ ഈ 2 വണ്ടികൾക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 20 കോച്ചുള്ള വന്ദേ ഭാരത് ഇറക്കുന്നത്. കാരണം നല്ല ഡിമാൻഡുള്ള റൂട്ടാണ്, വണ്ടി എപ്പോഴും ഫുള്ളാണ്, നല്ല തിരക്കുള്ള റൂട്ടല്ലേ. അപ്പോൾ ഈ വണ്ടിക്കാണ് ആദ്യമായിട്ട് 20 കോച്ച് വന്ദേ ഭാരത് റേക്ക് കിട്ടുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വൻ ശോകമായിരുന്നു. കോൺഫ്ലേക്സ് കഴിച്ചാണ് ഞാൻ വയറിന് കഴിച്ചത്. ആ പൂരിയാണ് കാക്കാശിനുള്ളൂല്ലേ. എൻ്റെ അടുത്ത ഒരു പുള്ളി ഇരിപ്പിട്ടായിരുന്നു, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെറും ഫോർമാലിറ്റി ആണ്, ഉച്ചക്കത്തെ ഫുഡ് നല്ലതാണെന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വന്ദേ ഭാരതിലെ ഭക്ഷണത്തിൻ്റെ പ്രതീക്ഷ ഇനി ഉച്ചക്കത്തെ ലഞ്ചിലാണ്. ലഞ്ചിന് എന്താവോ എന്തോ. ഈ വണ്ടിക്ക് ക്രൂ ചേഞ്ച് വരുന്നത് വാരണാസിയിൽ നിന്ന് കാൺപൂർ വരെ ഒരു ക്രൂ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കാൺപൂരിൽ നിന്ന് ഡൽഹി വരെ ഒറ്റ ക്രൂ ആണ്, അതിൻ്റെ ഇടയ്ക്ക് നിർത്തത്തൊന്നുമില്ല. ഏകദേശം 440 കിലോമീറ്റർ ഉണ്ട്. എന്തോ പോക്കാ പോകണേ. അപ്പോൾ 2023 ഈ ഒരു വന്ദേ ഭാരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. അപ്പോൾ ഇപ്പം 3 കൊല്ലം ആവുന്നു. റണ്ണിങ് പക്കായാണ്. ഫുഡും കൂടെ നമുക്കിനി നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ശോകമാണ്. ലഞ്ച് ഇനി എന്താണെന്ന് നമുക്കറിയില്ല. ലഞ്ച് ഇനി നോക്കണം നമുക്ക്. ഇനി ലഞ്ചിലാണ് ഇനി പ്രതീക്ഷയുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആ കട്ട്ലറ്റ് മാത്രം ശരിക്കും മതിയായിരുന്നു, ആ പൂരിയുടെ ആവശ്യമില്ലായിരുന്നു. പൂരി വൻ ശോകം. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കട്ടെ. ഒരു ഉപ്പുമില്ല, ഒരു എരിവുമില്ല. ഇവിടുത്തെ ആൾക്കാരെന്നെ പറഞ്ഞു കാക്കാശിന് കൊള്ളൂലെന്ന്. അപ്പോൾ അടുത്തിരിക്കുന്ന ആ പുള്ളി പറയായിരുന്നു കൊള്ളൂല, വെറുതെ ഫോർമാലിറ്റിക്കാണ്. നമ്മുടെ ഈ വന്ദേ ഭാരത് റേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ICF ചെന്നൈയിലാണ്. ഒക്ടോബർ 2024 ഉണ്ടാക്കിയ റേക്കാണ് 20 കോച്ചിൻ്റെ. നേരത്തെ ഉണ്ടായിരുന്നു 2023 തുടങ്ങിയപ്പോൾ നേരത്തെ ഇതിന് 16 കോച്ചിൻ്റെ ആയിരുന്നു. പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്തതാണ്. ചായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മസാല ചായയുടെ ഇൻസ്റ്റൻറ്റ് മറ്റേ പ്രീമിക്സ് കിട്ടി. ഈ ചായയുടെ വെള്ളം കൊണ്ട് തരാൻ വേണ്ടി അവന് 10 മിനിറ്റ് എടുത്തറിയാം. സർവീസൊക്കെ വൻ ശോകമാണ്. ഗ്ലാസ് വെച്ചിട്ട് പോയി. ഞാൻ ലാസ്റ്റ് പോയി അവനെ വിളിക്കുമായിരുന്നു. സർവീസൊക്കെ വൻ ശോകമാണ്. എന്നാൽ ജോധ്പൂർ വന്ദേ ഭാരതിൽ കയറിയപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ആർക്കാണ്ടോ വേണ്ടി പണിയെടുക്കുന്ന പോലെ. പ്രയാഗ്രാജ് ഡൽഹി സെക്ടറിലെ ഫാസ്റ്റസ്റ്റ് വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ രാജധാനിയാണ്. രാജധാനി ഇതിനെക്കാട്ടും 1 മണിക്കൂർ സ്ലോവർ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം 10 മണിക്കൂർ, 12 മണിക്കൂർ, 13 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ടൈം എടുക്കണത്. ഈ റൂട്ടിൽ ഇത്രയും സ്പീഡ് എടുക്കാൻ കാര്യം നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ മതി. ഈ പ്രയാഗ്രാജ് വാരണാസി ഡൽഹി പോകുന്ന റൂട്ട് ഒട്ടുമിക്ക എല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്. അങ്ങനെ വളവോ തിരിവോ ഒന്നും ഇല്ല. പക്ഷേ ഈ ഡൽഹി മധുര അല്ലെങ്കിൽ ഡൽഹി അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വളവ് കാണും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നേരെ സ്ട്രെയിറ്റ് കിടക്കുകയാണ്. അതുകൊണ്ട് അടിച്ച് വിട്ട് പോവാം ഭാവിയിൽ. അതുകൊണ്ട് എന്തായാലും 160 ഒക്കെ എന്തായാലും ഇവിടെ ആവും. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും ഈ റൂട്ടൊക്കെ 160 ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സമയം 9:30 ആവാറായി. നമ്മളങ്ങനെ കാൺപൂർ സെൻറ്ററിലേക്ക് വേണ്ട അടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓൺ ടൈമാണ്. പുറത്ത് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു മഴ പെയ്യാനൊരു ചാൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ക്രൂ അനൗൺസ് ചെയ്തായിരുന്നേ, കാൺപൂർ എത്താൻ പോവാണ്, ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലൊരു അനൗൺസ്മെൻറ്റ് നടത്തി. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാൺപൂർ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ കയറും, ലെഫ്റ്റ് സൈഡിലായിരിക്കും വണ്ടി നിർത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ക്രൂ അനൗൺസ് ചെയ്തായിരുന്നു. അപ്പം കാൺപൂർ ക്രൂ ചേഞ്ച് എന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ യാത്ര അവസാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത കാൺപൂരിൽ നിന്ന് കയറുന്ന അടുത്ത ക്രൂ ആണ്. അവരാണ് നോൺ സ്റ്റോപ്പായിട്ട് ഈ വണ്ടീനെ ന്യൂഡൽഹി എത്തിക്കുന്നത്. ഝാൻസി, ലക്നൗ, ഡൽഹി അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് വരുന്ന ലൈൻ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് ഈ കാൺപൂർ. കാൺപൂർ സെൻട്രൽ സ്റ്റേഷനാണ്.
നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ, മുംബൈ സെൻട്രൽ എന്നൊക്കെ പറയത്തില്ല, ചെന്നൈ സെൻട്രൽ. അതേപോലെ തന്നെ ഇതൊരു സെൻട്രൽ സ്റ്റേഷനാണ്, കാൺപൂർ, UP ആണ് സ്ഥലം. നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ്. സോ അവിടെ നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ പ്രയാഗ്രാജ് ഡിവിഷനിലാണ് കാൺപൂർ വരുന്നത്. അപ്പോൾ ഈ കാൺപൂരുകാർക്ക് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്. അവരുടെ WP7 ഒക്കെയാണ് കാണുന്നത് കണ്ടോ. നമ്മുടെ അവിടെ മിക്കപ്പോഴും വരാറുണ്ട് കാൺപൂരിന് WP7, പിന്നെ WAG9, WAG7, പിന്നെ WP4 ഉണ്ട്. ഇത് ലക്നൗവിൻ്റെ ഒരു ട്രൈ കളർ ഇന്ത്യൻ പതാകയുടെ ലിവറിയുള്ളൊരു WP4 ഉണ്ടോ ലക്നൗവിൻ്റെ. നമുക്ക് പഴയ സാധനമാണ്, എനിക്ക് അടിപൊളിയല്ലേ. WP4 അല്ല കേട്ടോ, WP1 അത്. അയ്യോ സോറി, മരപ്പി. WP1 പഴയ ലോക്കമാണ്. നമ്മളങ്ങനെ കാൺപൂർ സെൻട്രലിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 കണ്ട് കയറുക കേട്ടോ. ഇവിടെ ക്രൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വേഗം ക്രൂസ് ചെയ്യുന്നൊക്കെ കഴിയും. കാരണം വന്ദേ ഭാരതിൻ്റെ ക്രൂസ് ചെയ്യുന്നൊന്നും അധികം നേരം എടുക്കത്തൊന്നുമില്ല. നല്ല പഴക്കമുള്ള പണ്ട് മുതലുള്ള സ്റ്റേഷനാണ് ഈ കാൺപൂർ സെൻട്രൽ എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് മുതൽക്കുള്ള ഒരു സ്റ്റേഷനാണ്. ഭയങ്കര ഹിസ്റ്ററി ഉണ്ട് ഈ സ്റ്റേഷന്. ഇവിടെ ഇപ്പോൾ വൻ കോമഡി നടന്നു, ഒരു രക്ഷയില്ല. ഈ 2 പേര് ആരെ കൊണ്ടുവിടാൻ വേണ്ടി അകത്ത് കയറി, വണ്ടി വിട്ടു, ഇറങ്ങാൻ പറ്റിയില്ല, കിടന്നൊക്കെ ടെൻഷൻ അടിയാണ്. ഇവർ ലാസ്റ്റ് മറ്റേ ടോക്ക് ബാക്ക് യൂണിറ്റിൽ കൂടെ വിണ്ടാൻ നോക്കിയിട്ട് LP പറയാ, ഇനി ഡൽഹി അറിയാൻ മതിയല്ലോ. അയ്യോ മറ്റേ ദൈവം ഇജാതി തങ്കൊക്കെ. ഇവരോട് ആൾ പറഞ്ഞു കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറാൻ പാടില്ല, കയറിയാൽ പിന്നെ അടയും സാധനം, ഓട്ടോമാറ്റിക് ഡോറാണ്. എന്നിട്ട് ഇവർ അവിടെ എടുക്കെ പിടിച്ച് നെക്കാൻ നോക്കിയ രക്ഷയില്ല. LPയോട് പറഞ്ഞപ്പോൾ LP പറയുക, ഇനി ഡൽഹി അറിയാൻ മതിയല്ലോ, ഇനി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. എൻ്റെ ദൈവം എന്തൊക്കെ പരിപാടിയാണോ അതോ. ഇവരൊക്കെ ടെൻഷൻ അടിയാണ്. കാരണം ഇവരോട് ആരും പറഞ്ഞു കയറാൻ വേണ്ടിയിട്ട്. ദൈവത്തെ ഓർത്ത് പുറത്തുനിന്ന് അകത്തേക്കോ അകത്തുനിന്ന് പുറത്തേക്കോ ഒന്നും പോകരുത്. വന്ദേ ഭാരത് നിർത്തിയാലും പിന്നെ കഥ കടന്നാൽ പിന്നെ പണിയായി, പിന്നെ ഒരു രക്ഷയില്ല തുറക്കാൻ വേണ്ടിയിട്ട്. ലോക്കോ പൈലറ്റ് വിചാരിക്കണം, ലോക്കോ പൈലറ്റ് നമ്മളെ ഇറക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കയറ്റാൻ വേണ്ടി ഒന്നും കഥ തുറന്ന് തരത്തൊന്നുമില്ല, അറിയോ. ഇനി അവരെ ഫൈൻ അടിച്ച് ഒരു പരിവാക്കും ഉറപ്പാണ് എന്തായാലും. കാൺപൂർ നിന്ന് ലഞ്ച് കയറ്റി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പ്രീമിയം വണ്ടിയായിട്ട് ഇവർ ഈ ഫുഡ് കൊണ്ടുവരുന്ന ഈ ഒരു സംഭവം കേട്ടോ, എന്തല്ല കഷ്ടം തോന്നും സത്യം പറഞ്ഞാൽ. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമാണ് ഇങ്ങനെ ഈ നിലത്തിരിക്കുന്ന ഈ ഒരു ആ ഒരു ട്രേയുടെ ആ ഒരു ഇത് കണ്ടോ, ഒരു ക്ലീൻലിനെസ് കണ്ടോ നിങ്ങൾ. ഒട്ടും വൃത്തിയില്ല, ഫുള്ള് പൊടി അതും ഇതൊക്കെ. സത്യം പറഞ്ഞാൽ വൻ ശോകമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലായിടത്തും ഇത് തന്നെയാണ്, ഇങ്ങനെയാണ് ഫുഡ് കൊണ്ടുപോകുന്നത്. ഈ ഫുഡ് ഈ ട്രേ ഒരു ട്രോളിക്കകത്ത് ഉന്തുവണ്ടിയിൽ വെച്ചിട്ടാണ് ഈ സാധനം കൊണ്ടുപോകണത്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ലെവലിലൊക്കെ ഇവർക്ക് ചെയ്യരുത് അല്ലേ. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത്ര അടിപൊളിയായിട്ട് ഇത്രയും വമ്പൻ സെറ്റപ്പ് എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഇതും കൂടെ ഒക്കെ നോക്കണം. കാൺപൂരിൽ നിന്ന് വിട്ട് പറപ്പിക്കൽ തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് പാരലായിട്ട് വേറെ ഏതോ വണ്ടിയൊക്കെ നമ്മൾ ഓവർടേക്ക് അടിക്കുന്നു. ഇവിടെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. മഴക്കടിക്കുന്നത് മഴ പെയ്യാൻ തോന്നും പോകുന്ന വഴിക്ക്. എന്തായാലും ഇത് എങ്ങോട്ടോ പോകുന്ന വണ്ടിയാണ്. ഇതിൻ്റെ നെയിം ട്രെയിൻ ബോർഡൊന്നും വായിക്കാൻ പോലും പറ്റുന്നില്ല. ഫറൂഖാബാദ് അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ പുറത്തൂടെ അങ്ങനെ ചെളിയോ അങ്ങനെയൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട് വണ്ടിക്ക്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഏതോ വണ്ടിയാണ്, എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അതേ വേറെ ഏതോ റൂട്ടിൽ പോകുന്ന കേട്ടോ. ഇത് ഈ റോഡിൻ്റെ WP7 ഒക്കെ ആ വണ്ടിക്ക് പോലെ ബെസ്റ്റ്. ഈ കാൺപൂർ ഡൽഹി സ്ട്രിച്ചിൽ വന്ദേ ഭാരതിനൊക്കെ 4.5 മണിക്കൂറൊക്കെ മതി. രാജധാനിക്കാണ് ഒരു 5-5.25 മണിക്കൂർ. ബാക്കിയുള്ള വണ്ടികൾക്കാണ് ഒരു 6-6.5 മണിക്കൂർ. അങ്ങനെയാണ് ശരിക്കും റണ്ണിങ് ടൈം വരുന്നത്. ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തിരുന്ന് മടുത്തു പോകും കേട്ടോ. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ്സിനൊക്കെ അവർക്ക് നോൺ സ്റ്റോപ്പ് വണ്ടി ഓടിക്കുന്ന ഇഷ്ടമാണ്. ഒരു കണക്കിന് നോക്കിയാൽ 130 തന്നെ 130 താഴുന്നേ ഇല്ല. ഒരു അതുപോലത്തെ സ്പീഡാണ്. സാധാരണ ചിലയിടത്തൊക്കെയാണ് 130 ആണെങ്കിൽ ഇടയ്ക്കൊന്ന് കുറയും. ഇത് 130 താഴുന്നില്ല വണ്ടി. സെയിം കോൺസ്റ്റൻ്റ് 130. നമ്മുടെ ഇന്ത്യയിലെ ബിസിയസ്റ്റ് റൂട്ടാണ് ഈ ന്യൂഡൽഹി കാൺപൂർ സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ വണ്ടികളാണ് ഡൽഹിയിൽ നിന്നും UP ഭാഗത്തേക്ക്, കൊൽക്കത്ത ഭാഗത്തേക്ക്, ബീഹാർ, നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് എല്ലാം വണ്ടികൾ പോകുന്നത് ഈ കാൺപൂർ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ബിസിയസ്റ്റ് റൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വണ്ടികളാണ്. രാത്രിയിലാണ് കൂടുതൽ വണ്ടികളുള്ളത്. ഈ രാജധാനി ഗ്യാങ് ഉണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, രാജധാനി ഗ്യാങ് മറ്റേ ദിബ്രുഗഡ് രാജധാനി, ഭുവനേശ്വർ രാജധാനി, ഹാവ്ഡ രാജധാനി, സിയാൽദ രാജധാനി, പിന്നെ അഗർത്തല രാജധാനി. ദിബ്രുഗഡ് രാജധാനിയാണ് 2 ഉണ്ട്. അങ്ങനെ കുറേ രാജധാനി ഉള്ളൊരു റൂട്ടാണ് ഈ പോകുന്നത്. പിന്നെ സായിരംഗ് രാജധാനി, മിസോറാം പോകുന്ന രാജധാനി, അങ്ങനെ ഇഷ്ടംപോലെ രാജധാനി പോകുന്ന റൂട്ട്, ദുരന്തോ പോകുന്ന റൂട്ട്, തേജസ്, വന്ദേ ഭാരത്, ഇതെല്ലാം പോകുന്ന റൂട്ടിൽ കൂടെയാണ് നമ്മളും പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് ഇട്ടാവ ജംഗ്ഷൻ എന്നൊരു സ്ഥലമാണ്, UP തന്നെയാണിത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. ഇവിടെ ഒരു സഫാരി പാർക്കൊക്കെ ഉണ്ട്. നമുക്ക് ഈ കാട്ടിൽ ഇവർ സഫാരി കൊണ്ടുപോകും, അങ്ങനത്തെ സംഭവമുണ്ട് ഇവിടെ. അപ്പോൾ ഭയങ്കര ഫേമസ് ആണ് ഇട്ടാവ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളത് ഹംസഫറിന് പോകുന്നത് ഈ സ്റ്റേഷനൊക്കെ സ്കിപ്പ് ചെയ്യുന്ന കണ്ടായിരുന്നു. 130 130 താഴെയൊന്നുമില്ല.
130 തന്നെ കോൺസ്റ്റന്റ് 130. നോക്ക് അടിച്ച് പറത്തിയാണ് സ്റ്റേഷനൊക്കെ പോകുന്നത്. നോക്കി എന്താ അല്ലേ വീട്ടിലെ പോക്ക്. ഇപ്പൊ സമയം 11 മണിയായി. ഇനിയിപ്പോൾ അവർ സൂപ്പൊക്കെ കൊണ്ടുതരും ലഞ്ചിന് മുമ്പേ. ലഞ്ച് കാൺപൂരിൽ നിന്ന് അവർ ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അവരിനി ലഞ്ച് ചൂടാക്കിയായിരിക്കും നമുക്ക് തരുന്നത്. എല്ലാ വണ്ടിയിലും ഇതുപോലെ തന്നെയാണ്. പല സ്റ്റേഷനിൽ നിന്ന് ലോഡ് ചെയ്യും, എന്നിട്ട് ചൂടാക്കി കൊണ്ടുതരും. ചില വണ്ടിയിലൊന്നും ചൂടാക്കത്ത് പോലും ഇല്ല, അറിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജ് ഹംസഫർ വന്ന ആ സെയിം റൂട്ടിനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറ്റേ അന്ന് പ്രയാഗ്രാജ് ഹംസഫറിനെ ക്രൂസ് ചെയ്ത് കിടന്ന ടുണ്ടല ജംഗ്ഷനൊക്കെ എത്തും. അവിടെ നിന്നും സ്റ്റോപ്പൊന്നുമില്ല. ഇതിന് കാൺപൂരിന് കയറുന്ന ക്രൂ അല്ലേ, നേരെ ന്യൂഡൽഹി, അത്രേ ഉള്ളൂ. നമ്മൾ 2 മണിയാകുമ്പോൾ ന്യൂഡൽഹി എത്തും. എന്നിട്ട് ഇത് തിരിച്ച് 3:05 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് വാരണാസിക്ക് പോകുന്നത്. വാരണാസി രാത്രി 11 മണിയാകുമ്പോൾ എത്തും. ഇതിൻ്റെ ഈ വാരണാസി ഡൽഹി റൂട്ടിൽ 2 വന്ദേ ഭാരത് ഉണ്ട്. ഒരു വന്ദേ ഭാരത് ഓപ്പറേറ്റ് ചെയ്യുന്ന വാരണാസിയും ഒരെണ്ണം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡൽഹിയാണ്. അപ്പോൾ ഒരെണ്ണം വാരണാസിയിൽ നിന്ന് വിടുമ്പോൾ ഒരെണ്ണം ഡൽഹിയിൽ നിന്ന് രാവിലെയും വിടും. ഡൽഹിയിൽ നിന്ന് രാവിലെ വിട്ട് ഉച്ചയ്ക്ക് വാരണാസി എത്തി തിരിച്ച് വാരണാസി എടുത്തിട്ട് രാത്രി ഡൽഹി എത്തേണ്ട രീതിയിലാണ്. അങ്ങനെ 2 എണ്ണം ഉണ്ട്. ഈ റൂട്ടിൽ വേറെ വന്ദേ ഭാരത് ഉണ്ട്. ആനന്ദ് വിഹാറിൽ നിന്ന് അയോധ്യയ്ക്ക് പോകുന്ന വന്ദേ ഭാരത് ഉണ്ട്. അങ്ങനെ വന്ദേ ഭാരത് എല്ലാ പ്രീമിയം ട്രെയിനും ഉള്ള റൂട്ടാണ് നമ്മളീ പോകുന്ന ഈ കാൺപൂർ ഡൽഹി സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഈ അയോധ്യ വന്ദേ ഭാരതിൽ നമുക്ക് നോൺ വെജ് ഫുഡൊന്നും കിട്ടത്തൊന്നുമില്ല. ഇതിൽ നോൺ വെജ് ഒക്കെ കിട്ടും, പക്ഷെ അയോധ്യ വന്ദേ ഭാരതിൽ കിട്ടത്തില്ല കേട്ടോ. അത് പ്യൂർ വെജാണ് ആ വണ്ടിയും. പിന്നെ മറ്റേ കത്ര പോകുന്ന വന്ദേ ഭാരതിലൊന്നും നോൺ വെജ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ 11 മണിയാകുമ്പോൾ നമുക്ക് സൂപ്പ് കൊണ്ടുതരുന്നതാണ്. കറക്റ്റ് 11 മണിയായി. അപ്പോൾ സൂപ്പിന് വേണ്ടി മറ്റേ ബൗൾ കൊണ്ടുതന്നിട്ടുണ്ട്. ഇത് ഈ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ മാത്രമേ സൂപ്പ് കിട്ടത്തുള്ളൂ. ബട്ടറുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ബ്രെഡ് സ്റ്റിക്കാണ്. പിന്നെ ഇത് ടൊമാറ്റോ സൂപ്പിൻ്റെ ആ ഒരു പ്രീമിക്സ് കേട്ടോ. ഇത് മറ്റേ ചിങ്സിൻ്റെ ഐറ്റമാണ് തന്നിരിക്കുന്നത്. നല്ല സാധനമാണിത്. അപ്പോൾ ഇതാണ് ടൊമാറ്റോ സൂപ്പിൻ്റെ സാധനം. വെള്ളമൊഴിച്ചു, സൂപ്പ് റെഡി, സംഭവം റെഡി ചെയ്യണ്ട. ഇത്രയുള്ള പരിപാടി. അതേപോലെ ഇതിന് ബട്ടറും കൂടെ ഇട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. ബട്ടർ ഇട്ടാൽ ഒന്നുകൂടെ തിക്കാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏതൊക്കെയോ കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒന്നും വായിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. എല്ലാം LHP കേട്ടോ. ICF എന്നുള്ള സാധനം ഇവിടെ ഇല്ല കേട്ടോ. എല്ലാം LHP. എൻ്റെ അടുത്ത് കാൺപൂർ നിന്ന് ഒരു പുള്ളിക്കാരി കയറി. പുള്ളിക്കാരിയാണ് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ഒരുമാതിരി പുള്ളിക്കാരി വലിയ ആളാണ്, ബാക്കിയുള്ളവരും അവരുടെ കീഴെയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഫുഡ് തരുന്ന ആളാണെങ്കിലും ഒരുമാതിരി എന്തോ ചാടി കയറുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. എനിക്കറിയില്ല എന്തോ ആൾക്കാരൊക്കെയാണ്. എന്നിട്ട് ഞാനിവിടെ കാല് മടക്കി ഞാനിവിടെ ഇരിക്കും. എന്നോട് പറയാം കാല് താത്തിയിട്ടിരിക്കാൻ. ഇവർക്കൊക്കെ എന്തിൻ്റെ അസുഖമാണോ എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് അവർ കാലും കയറ്റി ഒരിരിപ്പുണ്ട്. ഓരോരോ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ മനുഷ്യന്മാരെ കാണാൻ നോക്കണേ. അവരെന്നിട്ട് ഫോണിൽ വിളിച്ചിട്ട് വേറെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത്, തെറിയൊക്കെ വിളിക്കുന്നത്. ഒരു പിടിയില്ല, എന്തോ മനുഷ്യന്മാരൊക്കെയാണ്. വലിയ എന്തോ ആളാണ് അവരുടെ വിചാരം. റെയിൽവേ ഇപ്പോൾ സീറ്റിൻ്റെ പുറകിലും പരസ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വന്ദേ ഭാരതിൽ. നമ്മുടെ അവിടെ ഇപ്പോൾ ഇട്ടുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നുണ്ടോ ഇതുപോലെ ചിപ്സും ഡ്രിങ്ക്സും ഒക്കെ. പൈസ കൊടുക്കാൻ വെറുതെ അല്ല, അത്യാവശ്യം നല്ല അടിപൊളി ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ചില വണ്ടിയിലൊക്കെ ചാത്തൻ സാധനങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. ഇതിൽ യാത്ര ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർ N20 യാത്രക്കാരാട്ടോ. പ്രയാഗ്രാജിൽ നിന്ന് കയറിയ കുറച്ച് പേരുണ്ട്. അതുകൂടാതെ തന്നെ മോസ്റ്റ്ലി N20 യാത്രക്കാരാണ് ഇത് കയറുന്നത്. വാരണാസിയിൽ നിന്ന് കയറി ഡൽഹി വരെ പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. ട്രെയിൻ 2:130 പോകുന്നതുകൊണ്ടേ ഒരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു 5-6 സെക്കൻഡൊക്കെ മതി, അറിയോ. ഈ സാധനത്തിൽ കൂടെ നമുക്ക് ക്രൂവിനോട് മിണ്ടാൻ പറ്റും കേട്ടോ. ഇത് മറ്റേ എമർജൻസി ടോക്ക് ബാക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടെ ആണ് അവർ നേരത്തെ മിണ്ടിയത്. അപ്പോഴാണ് ആ LP പറഞ്ഞത് പോയി പണിയാക്കാൻ പറഞ്ഞത്. സംഭവം കൊള്ളാം എന്തായാലും. ഇതിൽ കൂടെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മിണ്ടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടൂ. നമ്മൾ കണ്ട് മറ്റേ തുണ്ടില ജംഗ്ഷൻ കണ്ട് സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരുന്നു നമ്മുടെ ഹംസഫറിൻ്റെ ക്രൂസ് ചേഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണ്ടില ജംഗ്ഷൻ സ്കിപ്പ് ചെയ്ത് നമ്മൾ ഇനി ഡൽഹി ലൈനിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് ആഗ്രയ്ക്കും ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ആഗ്രയ്ക്കും ഡൽഹിക്കും ലൈൻ സ്പ്ലിറ്റ് ആകുന്ന ഇവിടെ നിന്ന് കേട്ടോ. നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ആഗ്ര ഭാഗത്തേക്ക് പോകുന്നത് വണ്ടികളൊക്കെ. ഇതെല്ലാം നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ് കേട്ടോ. നോർത്തേൺ റെയിൽവേ ഒക്കെ നമ്മളങ്ങ് ഡൽഹിയൊക്കെ എത്താറാകുമ്പോഴേ കയറത്തുള്ളൂ. അതുവരെ ഫുള്ള് നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ്. ഇവിടെ ഒരു ആൽക്കോ കൊടുക്കുന്നുണ്ട്. ആൽക്കോ ഇവിടെ കുറേ ആൽക്കോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, പഴയ ലോക്കോസൊക്കെ. നമുക്ക് അങ്ങനെ ലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ലഞ്ചിന് സാധാരണ സാധനം തന്നെയാണ്, താലിയാണ്. എന്തൊക്കെയാണ് അതൊക്കെ തുറന്ന് നോക്കണം. ദഹിയുണ്ട്, പിന്നെ റൊട്ടിയാണെന്ന് തോന്നുന്നു ആ ഒരു ഫോയിലിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്തോ സബ്ജിയാണ്, തുറന്ന് നോക്കിയിട്ട് പറയാം എന്തൊക്കെയാണ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ചോറ്, വെള്ളം പോലത്തെ ഒരു പരിപ്പ് കറിയുണ്ട്, കട്ടിക്കുള്ളൊരു പനീർ ബട്ടർ മസാലയുണ്ട്, പിന്നെ ഒരു സബ്ജിയുണ്ട്. സബ്ജിയാണ് തണുത്തിരിക്കുകയാണ്. ഇതെല്ലാം ചൂടാണ്, പക്ഷേ സബ്ജി തണുത്തിരിക്കുകയാണ്. ചപ്പാത്തിയും ചൂടുണ്ട്. പനീർ കറി ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല കട്ടിയുണ്ട്. ഈ പരിപ്പ് കറിയുണ്ട്, തനി വെള്ളം. എന്തുവാണ് ഇതൊക്കെ? ഭക്ഷണം കഴിച്ചു. ചപ്പാത്തിയും പനീറും വലിയ കുഴപ്പമില്ലായിരുന്നു.
പക്ഷേ പരിപ്പ് കറി വൻ ദാരിദ്ര്യമായിരുന്നു. കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ 400 ചില്ലുവാൻ രൂപ എങ്ങാണ്ടാണ് ഭക്ഷണത്തിന് കൊടുത്തത്. ഭക്ഷണം വൻ പരാജയം കേട്ടോ, വൻ പരാജയം. ഡെസേർട്ടായിട്ട് നമുക്ക് അമൂലിൻ്റെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ജോധ്പൂർ വന്ദേ ഭാരതിൽ കയറിയപ്പോൾ അതിൽ വാനില ഐസ്ക്രീം ആയിരുന്നു, പക്ഷേ ഇതിൽ ബട്ടർ സ്കോച്ചാണ്. ചെറിയ പാക്കറ്റാണ്, ഒരു മറ്റേ 10 രൂപയുടെ സാധനമില്ല, അതാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ എത്ര ലൈനാണ് നോക്കണേ. നമ്മൾ പോകുന്ന ഒരു ലൈൻ, അപ്പുറത്തെ 2ാമത്തെ ലൈൻ, അങ്ങേ അപ്പുറത്തെ 3ാമത്തെ ലൈൻ, പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരെണ്ണം 4, അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം 5, മൊത്തം 5 ലൈനാണ് ഇവിടെ ഉള്ളത്. ഒരു 5 ലൈൻ, ഒരു 5 ലൈൻ ഇതുപാട് ചെയ്ത്. അതിൽ 2 എണ്ണം ഗുഡ്സിൻ്റെ ആയിരിക്കും, ബാക്കി 3 എണ്ണം പാസഞ്ചറിൻ്റെയാണ്. നമ്മുടെ അടുത്ത യാത്രയും ഒരു പ്രീമിയം ട്രെയിനിലാണ്. നമ്മുടെ രാജധാനികളുടെ കിങ് എന്നറിയപ്പെടുന്ന ഡൽഹി മുംബൈ സെൻട്രൽ രാജധാനി എക്സ്പ്രസ്സിലാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ 2ാമത്തെ രാജധാനിയാണ്, പണ്ട് മുതലുള്ള രാജധാനിയാണ്, തേജസ് രാജധാനിയാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ തിരിച്ച് മുംബൈക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എറണാകുളം പോകുന്ന പൂർണ്ണ എക്സ്പ്രസ്സിനാണ് പൂനെ പോയിട്ട്. അപ്പോൾ ഞാൻ ഒരു രസകരമായ കാര്യം പറയാം. അതായത് പ്രയാഗ്രാജിൽ നിന്ന് മുംബൈ പോകണമെങ്കിൽ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും 24 മണിക്കൂർ ആ റേഞ്ച് എടുക്കും. നമ്മൾ പ്രയാഗ്രാജിൽ നിന്ന് ഇപ്പോൾ രാവിലെ 7:00 എടുത്തിട്ട് നമ്മൾ ഡൽഹി ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിയിട്ട് അവിടെ നിന്ന് വൈകിട്ട് 4:55 ഈ രാജധാനി ഉള്ളത്. ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് അത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ടും നമ്മൾ രാവിലെ 8:30 ഇവിടെ എത്തും, മുംബൈ എത്തും. അതായത് 25 മണിക്കൂറും കൊണ്ട് നമുക്ക് ഇങ്ങനെയും മുംബൈ പോകാൻ പറ്റും. പോരെ, നിങ്ങൾ ആ ടൈം ഡിഫറൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് 3 മണിക്കൂർ അടുപ്പിച്ച് ഡൽഹിയിൽ ലേ ഓവറുണ്ട്, എന്നിട്ടും 25 മണിക്കൂർ മതി. അല്ലാതെ ഈ പ്രയാഗ്രാജിന് മുംബൈ പോകുന്ന വണ്ടികളൊക്കെ 24 മണിക്കൂറൊക്കെ എടുക്കും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളിവിടെ നോർത്തിൽ വന്നിട്ട് 2 വന്ദേ ഭാരതി കയറി എനിക്ക് മനസ്സിലായത് ഫുഡും സർവീസും വൻ ശോകമാണ്. ഈ വണ്ടിയിലെ സർവീസ് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം, മറ്റേ വണ്ടിയെക്കാട്ടും. ജോധ്പൂർ വന്ദേ ഭാരതിലെ സർവീസ് വൻ ശോകമായിരുന്നു. റണ്ണിങ് അടിപൊളിയാണ്, എല്ലായിടത്തും ഓൺ ടൈം എത്തും, അതൊരു സീനുമില്ല. പക്ഷേ ഫുഡ് വൻ ശോകമാണ്. ശോകം എന്ന് വെച്ചാൽ ഒന്നിൻ്റെ എരിവില്ല, ഉപ്പില്ല, ഒരു ടേസ്റ്റ് ഇല്ല. മനസ്സിലായോ? ചുമ്മാ ആർക്കാണ്ടോ വേണ്ടി എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പോവാണ്, ഫുഡ് വൻ ശോകം. ഞാൻ യാത്രയിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളിൽ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ കുറേ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയത് തിരുപ്പതി വന്ദേ ഭാരതിലാണ്. സെക്കന്ദരാബാദ് തിരുപ്പതി ഒരു വന്ദേ ഭാരത് ഉണ്ട്. അതിൽ കിട്ടിയ ആ ഫുഡ് അത് 1.5 ഫുഡായിരുന്നു. അതൊരു ടിപ്പിക്കൽ ആന്ധ്ര സ്റ്റൈലൊരു ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു ആ വണ്ടിയിൽ. പിന്നെ നമ്മുടെ കേരളത്തിലെ ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ തിരുപ്പതി വന്ദേ ഭാരതി കിട്ടിയ ആ ഫുഡ്, അങ്ങനത്തെ ടൈപ്പ് ആ ഒരു രുചി കിട്ടുന്ന ഫുഡ് വേറെ എങ്ങും എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല ഫുഡായിരുന്നു. നമ്മുടെ അവിടുത്തെ വന്ദേ ഭാരതിലൊക്കെ സർവീസും ഫുഡും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഫുഡ് വൻ ശോകമാണ്. ഇവരുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ ശോകമാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്തിരുന്ന് പുള്ളി വരെ പറയായിരുന്നു വൻ ശോകമാണ് ഫുഡ്. നിങ്ങൾ ആ പരിപ്പ് കറി ഉണ്ടല്ലേ, വെള്ളം പോലത്തെ പരിപ്പ് കറി, ഇതൊക്കെയാണ് ഇവിടെ അവസ്ഥ. മനസ്സിലായോ? റണ്ണിങ് മെച്ചമെന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഫുഡിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സാധനം തിരിച്ചു കിട്ടണം. ഇത് ഫുഡ് ക്വാണ്ടിറ്റി ഒക്കെ കുഴപ്പമില്ല, പക്ഷേ ക്വാളിറ്റി വൻ മോശമാണ്. ഈ IRCTC-ക്കാർ ഈ ഫുഡ് നന്നാക്കാതെ ഇവർ ഒരിക്കലും ഗുണം പിടിക്കത്തുള്ള കാര്യം പറയാമല്ലോ. ആ വന്ദേ ഭാരത് സ്ലീപ്പറിനെ എല്ലാം കണ്ടില്ലേ, ഫുഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അത്രയും ആ ഒരു പ്രീമിയം വണ്ടിയുടെ ആ ഒരു പ്രീമിയം ഫീൽ ആ ഫുഡിൻ്റെ പാക്കേജിങ്ങിലില്ല. സാധാരണ ഒരു ഇതിലാണ് കൊണ്ട് തരുന്നത്. അത്രയും പൈസ കൊടുത്ത് പ്രീമിയം വണ്ടിയാന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ അത്രയും അതിന് നമ്മൾ പൈസ കൊടുക്കുന്നതനുസരിച്ചുള്ള ആ ഒരു സർവീസ് നമുക്ക് കിട്ടണം. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ആ ഒരു പാക്കിങ് കുറച്ചുകൂടെ പ്രീമിയം ലെവലാക്കായിരുന്നു. അവർക്ക് കുറച്ച് പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അവരെന്താണ് അങ്ങനെ ചെയ്യാതെ എനിക്കറിയത്തില്ല. ബെറ്റർ ആവുമായിരിക്കും. ഇവർ കുറച്ച് മെനുവിലൊക്കെ കുറച്ച് പരിഷ്കാരമൊക്കെ വരുത്താം ഇവർക്ക്. അതൊന്നും ഇവർ ചെയ്യൂല. എല്ലാം എപ്പോഴും പരിപ്പും ചോറും പനീറും, ഇത് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും ഒരേ ടേസ്റ്റാണ്. ഒരേ ടേസ്റ്റിന് വെച്ചാൽ ഒരേ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. ഒരേ ടേസ്റ്റ്, എവിടെ പോയി കഴിച്ചാലും സെയിം ടേസ്റ്റ്. നമ്മൾ ഡൽഹി ഔട്ട്സ്കട്ട്സ് ഒക്കെ ഏകദേശം എത്താറായി. ഒരു 30 കിലോമീറ്റർ കിടക്കെ നമ്മൾ ഗാസിയാബാദ് എത്തും. പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ചേ ഉള്ളൂ. പിന്നെ ന്യൂഡൽഹി സ്റ്റേഷനിലെ ഔട്ടറിലൊക്കെ എവിടെയെങ്കിലും പിടിച്ചോളാൻ അറിയത്തില്ല. ഇത് 3 മണിക്ക് പോകുന്നതുകൊണ്ട് എന്തായാലും വേഗം ഇവർ കയറ്റും, ലേറ്റ് ആകത്തില്ല. നമ്മളങ്ങനെ നോർത്തേൺ റെയിൽവേയിൽ ഫൈനലി കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഗാസിയാബാദ് ജംഗ്ഷൻ സ്കിപ്പ് അടിക്കാൻ പോവാണ്. ഗാസിയാബാദ് അതിനെ പിന്നെ നമ്മൾ ഗാസിയാബാദൊക്കെ ഡൽഹി ഔട്ട്സ്കട്ട്സ് ആണ്. നമ്മളൊരു അരമണിക്കൂർ ഡൽഹി എത്തും കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ അടുത്തിരുന്ന പുള്ളിക്കാരിക്ക് മറ്റേ OCD ഉണ്ടെന്ന് തോന്നുന്നു.
പുള്ളിക്കാരി വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ടിഷ്യൂ കൊണ്ടൊക്കെയാണ് പോയേക്കുന്നത്. ഇവിടെ സൂപ്പ് കൊണ്ട് തന്നപ്പോൾ പുള്ളിക്കാരി യൂസ്ഡ് സാധനമൊന്നും ഉപയോഗിക്കത്തില്ല. ബൗള് തിരിച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരി ഡിസ്പോസിബിൾ മറ്റേ ഗ്ലാസ്സിലാണ് സൂപ്പ് കുടിച്ചത്. എന്തോകത്തരം മനുഷ്യന്മാരാണെങ്കിൽ ദൈവമേ, ഞാൻ കളിയാക്കിയല്ല, ഇനി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടെന്ന് പറയുമായിരുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഭയങ്കര നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളോട് എന്തോ ഒരുമാതിരി നമ്മളെന്തോ ഏതാണ്ട് ചെയ്ത പോലെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ്. എന്തോക്കെ ആൾക്കാരല്ലേ. സമ്മതിക്കണം, എങ്ങനെ ജീവിക്കുന്നത് എനിക്കറിയത്തില്ല. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരെ കാണാൻ പറ്റും. പലതരത്തിലുള്ള സ്വഭാവം, പല ടൈപ്പിലുള്ള ആറ്റിറ്റ്യൂഡ്. എനിക്ക് ചില സമയത്തൊക്കെ നമുക്ക് കോമഡിയാണ് ഓരോ ആൾക്കാരൊക്കെ സ്വഭാവം കാണുമ്പോൾ. ചിലത് ഒട്ടും അഡ്ജസ്റ്റ് ആകത്തില്ല കേട്ടോ. ചിലരാണെങ്കിൽ ചിലതൊന്നും ഒരു കുഴപ്പമില്ല, നല്ല കമ്പനിയുള്ള ആൾക്കാരുണ്ട്. ചിലത് അങ്ങനെയാണ്, ചിലർ ഇതേപോലത്തെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കളിയാക്കിയില്ല കേട്ടോ, ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറഞ്ഞതാണ്, ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലതരം മനുഷ്യന്മാരെ കാണാൻ പറ്റും. ഇനി 130 ഒന്നും ഇല്ല കേട്ടോ, ഇനിയിപ്പോൾ ഉരുട്ടലായിരിക്കും. നമ്മളിപ്പോൾ ഇനി നല്ല ട്രാഫിക്കുള്ള ഏരിയയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഇനി ഉരുട്ടലായിരിക്കും. ഉരുട്ടൽ തുടങ്ങിയിരിക്കുകയാണ്. ഗാസിയാബാദ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഇതിന് 2:05 കയറ്റിയാൽ മതി. ഇപ്പോൾ 1:30 ആയതേ ഉള്ളൂ. ഡൽഹിയിലെ യമുന നദി കടന്ന് നമ്മൾ ഡൽഹി എത്താറായിട്ടുണ്ട്. ഇനിയിപ്പം തിലക് ബ്രിഡ്ജ്, ശിവാജി ബ്രിഡ്ജ്, ഈ 2 സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഡൽഹി എത്തും കേട്ടോ. യമുന നദിയാണ് ഇത്. ഫുൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നദിയാണ് യമുന നദി. ഇവിടെ ഫുള്ള് മലിനപ്പെട്ട് കിടക്കുകയാണ്. സമയം 1:53 ആയതേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മൾ സ്റ്റേഷനിൽ കയറും കേട്ടോ. ഡൽഹിയിലൊക്കെ ഇപ്പോൾ അത്രയ്ക്ക് ചൂടായി വരുന്നേ ഉള്ളൂ. ഓവർ ചൂടൊന്നുമല്ല, ചൂടായി വരുന്നേ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. എയർ ക്വാളിറ്റി ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. എയർ ക്വാളിറ്റി ഞാൻ നോക്കിയപ്പോൾ ഫെയർ ആയിരുന്നു കാണിച്ചത്. നേരത്തെയൊക്കെ ഭയങ്കര മോശമായിരുന്നു. എയർ ക്വാളിറ്റി ഇപ്പം ഭേദപ്പെട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റേ നിസാമുദ്ദീനിൽ നിന്ന് വരുന്ന ലൈനാണ്. അപ്പോൾ ആ ലൈനിൽ കൂടെ ആണ് നമ്മൾ നേരെ ന്യൂഡൽഹി കയറുന്നത് കേട്ടോ. ഇത് തിലക് ബ്രിഡ്ജ് എന്ന സ്റ്റേഷനാണ്, ഡൽഹിക്ക് മുന്നേ ഉള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ന്യൂഡൽഹി. ഇവിടെ കുറേ ലോക്കൊക്കെ കിടക്കട്ടല്ലോ, അതുകൊണ്ട് ലോക്കും ബ്രേക്കൊക്കെ കൊണ്ടിട്ടേക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 12 വന്ന് കയറുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ ക്രൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 12 കയറാൻ പോകണം കേട്ടോ. ഫൈനലി നമ്മൾ ന്യൂ ഡൽഹി സ്റ്റേഷനിൽ കയറുകയാണ്. നമ്മൾ 6 മിനിറ്റ്സ് ബിഫോർ ടൈമാണ് കേട്ടോ. 1:59 ആയതേ ഉള്ളൂ. അമ്മ അടിപൊളി, കീട്ടിലും പോക്കായിരുന്നു വണ്ടി പോയത്. നൈ ദില്ലിയിൽ നമ്മളെത്തി. ഇനി നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ട് വൈകിട്ട് 4:55 ഞാനങ്ങനെ കണക്ഷൻ അങ്ങനെ എടുക്കാറില്ലാത്തതാണ്. പിന്നെ ഇത് വന്ദേ ഭാരത് ലേറ്റ് ആവാത്തതുകൊണ്ടാണ് കണക്ഷൻ എടുത്ത് കേട്ടോ. അല്ലേ പണി കിട്ടും, വേറെ വല്ല വണ്ടിയുടെ പണി കിട്ടും. പൊന്നോ, ആ പുള്ളിക്കാരി ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരി വെള്ളം കുടിക്കുന്നതിനാണ് കണ്ടത്. എൻ്റെ ഇപ്പോഴിപ്പോൾ ഇവിടെ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് വെള്ളം കുടിക്കുന്നത് പുള്ളിക്കാരുടെ ഒരു ബിസ്ലേരിയുടെ ഒരു മറ്റേ 300 ml എങ്ങാണ്ട് ഒരു ബോട്ടിലില്ലേ, അത് തുറന്നിട്ട് റെയിൽ നേറിയിൽ നിന്ന് വെള്ളം എടുത്ത് അതിനകത്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരി കുടിക്കുന്നത്. ഞാൻ ഓർത്തി എന്തോ മനുഷ്യന്മാരൊക്കെ എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇത് ഈ സംഭവം എനിക്കറിയാം ഉണ്ടെന്ന്, പക്ഷേ ഇത് പീക്ക് ലെവലാണ്. പുള്ളിക്കാരി ഞാൻ പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ കാല് മോളി വെച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെ കാല് മോളി വെച്ചിരുന്നപ്പോൾ പുള്ളിക്കാരി വരെ താത്തി വയ്ക്കാൻ. ഇവർക്ക് എന്ത് അധികാരം, ഈ പറയാതെ ആലോചിക്കണം എന്ത് അധികാരമാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് ഷൂരിൻ്റെ അടിവശം കാണുന്നത് പിടിക്കത്തില്ലെന്ന് തോന്നുന്നു. എന്തോ മനുഷ്യന്മാരൊക്കെയാണ് ദൈവമേ. ഈ വണ്ടി ഇവിടെ നിന്ന് തിരിച്ച് 3 മണിക്ക് എടുക്കും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരും പിന്നെ ഇതിൽ കയറാനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. നമ്മളങ്ങനെ നൈദിലെത്തി. വണ്ടി കിടുന്നതാണ്, പക്ഷേ ഇതിലെ ഫുഡൊക്കെ ഷോക്കാണ് കേട്ടോ. അപ്പം തിരിച്ചുള്ള യാത്രയ്ക്കായിട്ട് ഈ വണ്ടി ഇപ്പോൾ ഇവർ ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് രാത്രി ഈ വണ്ടി വാരണാസി എത്തും കേട്ടോ. ഡൽഹി സ്റ്റേഷൻ നല്ല ചൂടുണ്ട്, പക്ഷേ വേർക്കത്തില്ല, അതൊരു അഡ്വാൻറ്റേജാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടാണ്, 38 ഡിഗ്രി ഉണ്ട് ചൂട്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് യാത്രയോട് അവസാനിച്ചിരിക്കുകയാണ്. നല്ല വണ്ടിയാണ്, പക്ഷേ സർവീസും ഫുഡും വൻ ശോകമാണ്. സർവീസ് പിന്നെയും കുഴപ്പമില്ല, ഫുഡ് ശോകമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര നമ്മൾ ഇനി തിരിച്ച് ബോംബെ പോകണം. അവിടെ നിന്ന് ഇനി കേരളത്തിലേക്ക് പോകും. അപ്പോൾ ബോംബെ പോകുന്നത് നമ്മുടെ ഇവിടുന്ന് ന്യൂഡൽഹി, മുംബൈ സെൻട്രൽ, തേജസ് രാജധാനിക്കാണ്. അടിപൊളി വണ്ടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കര ഹൈ പ്രയോറിറ്റി, ഭയങ്കര കിടലം വണ്ടിയാണെന്ന് പറയുന്നത്. നമുക്ക് കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ മുംബൈ രാജധാനിയുടെ വീഡിയോ ആണ് അടുത്ത് കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. കുറച്ചേരം കൂടെ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ സമയം 2:15 ആവുന്നു. 4:55 തിരിച്ചുള്ള വണ്ടി. അപ്പോൾ ഇവിടെ തിരിച്ച് വൈകിട്ട് ബോംബെ പോവാണ്. അടുത്ത ദിവസം കാണാം. ബൈ.